ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ആലു ഗോബി റെസിപ്പിയാണ്. ആലു ഗോബി എല്ലാവർക്കും ഇഷ്ടമാണ്. ആലു ഗോബി മട്ടർ എല്ലാവർക്കും ഇഷ്ടമാണ്. പല വിധത്തിൽ അത് ഉണ്ടാക്കാം അല്ലെ. ഒരുപാട് മസാല ഇട്ടിട്ടുള്ള രീതിയിലും ആൾക്കാർ ഉണ്ടാക്കാറുണ്ട്. ഒരുപാട് എണ്ണ അതിൽ നിൽക്കുന്ന പോലെയുള്ളതിലും ഉണ്ടാക്കാറുണ്ട്. സ്ട്രീറ്റ് സ്റ്റൈൽ ആയിട്ടുള്ള രീതിയിലും ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, കെനിയയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ മനുവിന്റെ സ്കൂളില് ഒരു പഞ്ചാബി ഫ്രണ്ട് വരും. അപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് കഴിച്ചിരിക്കുന്നത്. നമ്മുടെ സ്വന്തം ഭക്ഷണം നമുക്ക് ഇഷ്ടാവില്ലല്ലോ. അപ്പോ എന്റെ ഫ്രണ്ട് കിരൺ, അതേമാതിരി തന്നെ ദീപ്തി, അതേമാതിരി തന്നെ മഞ്ജു. അപ്പൊ ഇങ്ങനെ കുറെ പേരുണ്ട്. ഗുജറാത്തി ഉണ്ട്, എന്താണ് പറയാ, പഞ്ചാബീസ് ഉണ്ട്, അങ്ങനെ. അപ്പൊ പഞ്ചാബി ഫ്രണ്ടാണ് കിരൺ എന്ന് പറയുന്ന ഫ്രണ്ട്. അവരുടെ അമ്മ എനിക്ക് വയ്യാതെ ഇരിക്കുന്ന സമയത്ത്, അപ്പൊ ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓരോരുത്തരായിട്ടാണ് എനിക്ക് ഭക്ഷണം കൊടുത്തയക്കുക. അവരൊരു ആലു ഗോബി ഉണ്ടാക്കും. റോട്ടിയും ഇതാണ് തരുന്നത്. സൂപ്പർവായിരിക്കും എന്ന് പറഞ്ഞാൽ സൂപ്പർവായിരിക്കും. എന്നിട്ട് കിച്ചു ജനിച്ചതിന് ശേഷം ഞാൻ അവരുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് മമ്മിജീനെ കൊണ്ട് ഞാൻ ആലു ഗോബി ഉണ്ടാക്കിക്കാറുണ്ടായിരുന്നു. അപ്പോ മമ്മിജി ഉണ്ടാക്കി കാണിച്ചു തരുന്ന ആലു ഗോബിയാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ആ ഒരു മെത്തേഡ്. മസാലകൾ ഒന്നും തന്നെ ഇടാറില്ല, എന്നാൽ സൂപ്പർവായിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ വരൂ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള, എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ആലു ഗോബി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വരൂ, നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. മമ്മിജി അത് ഫുള്ളായിട്ട് ഗീലാണ് ഉണ്ടാക്കുക. നമുക്ക് നെയ്യ് വേണ്ട, സാധാരണ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഞാൻ നീളത്തിൽ മുറിച്ചിട്ടിട്ടുണ്ട്. അതേമാതിരി പച്ചമുളക് ഞാൻ 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് നല്ലോണം എടുക്കാം. അവർ നല്ലോണം എടുക്കാറുണ്ട്, ഒരു 8-10 എണ്ണമൊക്കെ എടുക്കാറുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്യുക. വലിയ സൈസ് സവോള 2 എണ്ണം നീളത്തിൽ മുറിച്ചത് അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക. ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ 1 മണിക്കൂറായിട്ട് ചുടുവെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്ന ആ ഒരു കോളിഫ്ലവർ മുറിച്ചതിനെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. വെറുതെ തിളച്ച വെള്ളത്തിലേക്ക് ഈ ഒരു കോളിഫ്ലവർ ഇട്ടിട്ട് 1 മണിക്കൂർ വെക്കുക. എന്നിട്ട് അത് നല്ലപോലെ കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കുന്നു. ഇതിലേക്ക് വലിയ 2 ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ട് വലിയ വലിയ പീസസ് ആയിട്ട് മുറിച്ചിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നു. ഇത് കുറേ ഇളക്കി കൊടുക്കുക അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇടുക, ഇളക്കുക. അത് കഴിഞ്ഞതിന് ശേഷം തക്കാളിയാണ് എടുക്കുന്നത്. നമ്മളൊരു മീഡിയം സൈസ് 3 തക്കാളി എടുത്തിട്ട് ഇതേപോലെ ആക്കിയിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കുന്നു. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പൊടികളാണ്. പൊടികൾ എന്ന് പറയാനൊന്നുമില്ല. 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണോളം മുളക് പൊടി, ഉപ്പ്. ഇതാണ് ആദ്യത്തെ രീതിയിൽ ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, മമ്മിജി കൂടുതലും മസാലകൾ അധികം ഒന്നും ഇടാറില്ല. ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ശരിക്കും നല്ല എരിവ് വേണമെങ്കിൽ നോർമലായിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി കംപ്ലീറ്റ് സബ്ജിക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കുക. ഈ സവോള, തക്കാളി, അതിൻ്റെ വെള്ളം പ്ലസ് കോളിഫ്ലവറിൻ്റെ വെള്ളം ഇതെല്ലാം കൂടിയിട്ട് വന്നു കഴിഞ്ഞിട്ട് അത് സ്വയം അതിൽ തന്നെ കിടന്ന് ആവട്ടെ. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും. എന്നിട്ട് ഒന്ന് അമർത്തി നോക്കുക. വെന്തൊടയരുത്. കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും ഒക്കെ കഴിക്കാൻ നമുക്ക് കിട്ടണം. അപ്പോൾ ഇത് നല്ല പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല പോലെ ആ ഫ്രഷ് ആയിട്ടുള്ള ഗരം മസാല ഇതിലേക്ക് ഒരു സ്പൂണോളം ഇട്ട് കൊടുക്കുക. 1 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി അടച്ചു വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള സബ്ജി ആയിരിക്കും നിങ്ങൾക്ക്. ഇതിലേക്ക് ഫ്രഷായിട്ട് മുറിച്ചിട്ടുള്ള മല്ലിയില, അതേമാതിരി തന്നെ ഗ്രീൻ ചില്ലീസ്, പച്ചമുളക് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട്, ഒരു 2 എണ്ണം. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ ഇനിയും ഡ്രൈ ആക്കി എടുത്തിട്ട് ലാസ്റ്റ് മല്ലിയിലയും പച്ചമുളകും ഇട്ട് കൊടുത്താൽ മതി. കഴിഞ്ഞു. നമ്മുടെ സിമ്പിളായിട്ടുള്ള ആലു ഗോബി സബ്ജി റെസിപ്പി റെഡി ആയിരിക്കുകയാണ്. നമുക്ക് പരാത്തയുടെ കൂടെ ഇത് നമുക്ക് കഴിക്കാം. ഓക്കെ, പറാത്ത എടുത്തിട്ടുണ്ട്. നമ്മുടെ ആലു ഗോബി സിമ്പിൾ സബ്ജി എടുത്തിട്ടുണ്ട്. കഴിക്കാം. ഫ്രഷ് ആയിട്ട് ഇട്ടിട്ടുള്ള ഗ്രീൻ ചില്ലി സൂപ്പറാണ്. ഇന്ന് നമ്മുടെ സൂസന് ഇത് വേണ്ട, ഇത് നാളെ രാവിലെ ഫാസ്റ്റ് ചെയ്യണതിന് മുമ്പ് ഞാൻ കഴിച്ചോളാം. ഇന്ന് എനിക്ക് ആഗ്രഹത്തോടു കൂടിയിട്ട്
മനസ്സിൽ ഉഗാലി കഴിക്കാനാണ് തോന്നുന്നത് പറഞ്ഞാൽ അവിടെ ഉഗാലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സിമ്പിൾ. എപ്പോഴും എൻ്റെ ഫ്രണ്ട് കിരണിൻ്റെ അമ്മ ഇതുപോലെയാണ് ഉണ്ടാക്കുക, മസാല അധികം ഇല്ലാണ്ട്. ഇഞ്ചി, ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ ചില്ലി. നിങ്ങൾക്ക് എരിവിനിയും വേണമെങ്കിൽ ഇനി ഇടാം. ഞാൻ പിന്നെ കുട്ടികൾ കഴിക്കണത് കൊണ്ട് ഞാൻ അധികം ഇട്ടില്ല. എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. മമ്മിജിയുടെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ വെറുതെ മസാല ഇട്ടിട്ട് കൊളാക്കരുത്, അതിന് അതിൻ്റെതായിട്ടുള്ള ഫ്ലേവർ ഉണ്ടാവണം എന്നാണ് മമ്മിജി എപ്പോഴും പറയുക. സോ അത് ശരി തന്നെയാണ്. നമ്മുടെ മമ്മ സൂസൻ ഒരു സാധനം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നേ ദിവസം വരെയും കണ്ടിട്ടുമില്ല, കെനിയയിലിരുന്നിട്ട് കഴിച്ചിട്ടുമില്ല. Mama, this is not zukuma. What have you made? That is called managu. Managu? Yes. What leaf is that? Managu is a kind of leaf. I don't know the name in English, but it's the best leaf when you have some low blood count. It's the best ingredient. Hemoglobin. To increase hemoglobin. Yes. And you now tell me from where did you pluck this and come? Oh my God! I will not say, but I plucked it in the garden. നമ്മുടെ ഗാർഡനിൽ ഇത് പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വെളിയിൽ തോട്ടം നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ തൊട്ട വീട്ടില് എന്താണ് പറയുക, തൊട്ട വില്ലയില് ഇതവിടെ കണ്ടു. അപ്പോ ഇന്ന് ആശാത്തി നേരെ അവിടെ പോയി. അവര് ചൈനീസ് ആണ്, അവർക്കാണെങ്കിൽ ഇംഗ്ലീഷും അറിയില്ല. അവിടെ പോയി അവരുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നു, ഇത് ഞാൻ എടുത്തോട്ടെ കഴിക്കാൻ. അവർ പറഞ്ഞു എടുത്തോളൂ. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്തിനാണ് ഇത് അവിടുന്ന് വാങ്ങിച്ചോണ്ട് വന്നത്? അപ്പൊ പറയണേ ഞാൻ ഇവിടുന്ന് വെള്ളം ഒടിച്ച് വളർത്തിയതാണ് അതില്. ഓക്കെ, ഇതുവരെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. യു ഹാവ് ഇറ്റ് വിത്ത് വാട്ട്? ഉഗാലി. ഓക്കെ, അതിൽ പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അത്ര പാല് ഇങ്ങനെ ഞാനാണെങ്കിൽ അത് കണ്ടതുമില്ല ഇല ഇങ്ങനെ. പക്ഷെ എന്തൊക്കെയോ ഒരു നമ്മുടെ ചുണ്ടങ്ങ പോലെയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. You can have it with ugali, you can have it with chapati, you can have... Now ugali is done. Yeah, the ugali is done. Give me one slight portion. Hey, it's nice. Very nice. There's a light bitter, yeah? Yeah, it's supposed to be now like that. But this one is very good because it is not bitter. In my country, it is very bitter. And that bitterness is what is needed in your body. That's very nice. It is in your country. This is one of the costliest leaf, yeah? Yes, one of the most costly. Most costly leaf ആണ് അത്ര അവരുടെ കൺട്രിയിൽ. ഇത് നമ്മുടെ തോട്ടത്തിൽ ഇങ്ങനെ വളരുന്നുണ്ട് ഇവിടെ. അപ്പൊ ഇങ്ങനെ നിധി കാക്കണ പോലെ കാത്തിട്ട് അവൾ കഴിക്കുന്നു. കാലങ്ങളായത്ര കഴിച്ചിട്ട്. One piece of ugali, mama. Very small. I just now had paratha. That's enough. Thank you. Please have. Today your desire is finished. ഇങ്ങനെ ചില സമയങ്ങളിൽ പാവത്തിന് സ്വന്തം നാട്ടിലത്തെ വലതുമൊക്കെ കഴിക്കാൻ തോന്നും. ഞാൻ ഇവിടെ പിന്നെ അങ്ങനത്തെ നിയമങ്ങളൊന്നുമില്ല. എന്താ വേണ്ടച്ച ഉണ്ടാക്കി കഴിക്കാം. It tastes good with ugali. Yeah. Very nice.
And what did you do with the tiny seeds? We don't cook that one. Oh, you don't cook that? No. You throw that away? Throw that away, or you keep it somewhere, dry them, and then plant them again. Okay. നമ്മുടെ അമരക്കയില്ലേ അത് കുഴിച്ചിട്ടിട്ടുണ്ട്. അതിപ്പോ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ഭാഗത്ത് കൂടെ. Oh my God. Huh? Feel like going to your country? I'm at home. You're at home? Yeah. I am happy that you feel at home. Nice. One more time. Come again. The name? Managu. 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 How will you say in Swahili? Mnavu. No. How will you say in Swahili to me? Mama, eat ugali and managu. This is very good for your body. Come on, tell me. Mama, kula managu na ugali ni mzuri sana kwa mwili yako. Oh my God, you're such a sweet girl. ഞാനിത് 6 കൊല്ലമായിട്ട് ഇങ്ങനെ കേട്ടുണ്ടായിരുന്നു. പഠിക്കാൻ പറ്റിയില്ല. Okay, tell Vinny's Kitchen to watch my video and we will meet you tomorrow in Swahili. Yeah. Okay. Muwatch Vinny's Kitchen. Mutapata videos mzuri ya chakula. Bye bye. See you. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. Okay? See you tomorrow. Vinny's Kitchen.